സ്റ്റുഡൻസ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ബികോം മേജർ സബ്ജക്റ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻ്റെ 5th ചാപ്റ്റർ ആയിട്ടുള്ള ലീഡർഷിപ്പിൻ്റെ റിമൈനിങ് പോർഷനാണ്. ഇതായിരിക്കും മേ ബി ലീഡർഷിപ്പിൻ്റെ ഫൈനൽ പോർഷനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന തിയറീസ് ഓഫ് ലീഡർഷിപ്പിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രൈറ്റ് തിയറി എന്താണ്, ബിഹേവിയറൽ തിയറി എന്താണ്, ആൻഡ് പാത്ത് ഗോൾ തിയറി എന്താണ് എന്നുള്ളതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻ ദിസ് വീഡിയോ വി വിൽ ഡിസ്കസ് അബൌട്ട് കണ്ടിജൻസി തിയറി. ഓക്കെ, അപ്പോൾ എന്താണ് കണ്ടിജൻസി തിയറി? ഒരു കണ്ടിജൻസി എന്നുള്ള ഒരു വേർഡ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇന്നുള്ള സിറ്റുവേഷൻ ആയിരിക്കില്ല മേ ബി കുറച്ച് കഴിഞ്ഞ് നമുക്കുണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കുറച്ച് കഴിഞ്ഞ് ഉണ്ടായിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല നമുക്ക് പിന്നീട് ഉണ്ടായിരിക്കുന്നത്, അല്ലേ? ഓരോ സിറ്റുവേഷൻസിനനുസരിച്ചും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ചേഞ്ച് അഡോപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലീഡർ എന്ന് പറയുന്ന വ്യക്തി ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യാതെ എങ്ങനെയാണോ അവർ ഇന്ന് തുടരുന്നത് അതുപോലെ തന്നെ തുടർന്നാൽ അവരെന്താവാനുള്ള ചാൻസ് ഉണ്ട്, മാർക്കറ്റിൽ നിന്നും ഔട്ട്ഡേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലേ? സോ അത് കാരണം തന്നെ സിറ്റുവേഷൻസ് അഡോപ്റ്റ് ചെയ്തിട്ട് അവരുടെ ഫ്ലവേഴ്സിൻ്റെ നീഡ്സൊക്കെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ, നീഡ്സിനൊക്കെ അനുസരിച്ച് നീഡ്സ് മീറ്റ് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ എൻവയോൺമെൻറ്റ് തരുന്ന കുറച്ച് ക്ലൂസ് നമുക്ക് എൻവയോൺമെൻറ്റ് തരും, ഇന്ന ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഇന്ന ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിക്ക്. അപ്പോൾ അതിനനുസരിച്ച് ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യാൻ ഒരു ലീഡർക്ക് കഴിയണം എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് സിറ്റുവേഷൻസിനനുസരിച്ച് ലീഡറും അഡോപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ ഒരു കണ്ടിജൻസി തിയറിയിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ഫീഡ്ലർ കണ്ടിജൻസി തിയറി ഉണ്ട്. ഈ ഫീഡ്ലർ കണ്ടിജൻസി തിയറി നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഒന്നാണ് ലീസ്റ്റ് പ്രിഫേർഡ് co-worker സ്കെയിൽ എന്ന് പറയുന്നത്. ദറ്റ് മീൻസ് LPC സ്കെയിൽ. LPC സ്കെയിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ലീഡർ ഫ്ലോ ചെയ്യുന്നത് ടാസ്ക് ഓറിയൻറ്റഡ് ആണോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ആണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ലീസ്റ്റ് പ്രിഫേർഡ് co-worker സ്കെയിൽ യൂസ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഫീഡ്ലറിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് റിലേഷൻഷിപ്പ് മോട്ടിവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ലീസ്റ്റ് പ്രിഫേർഡ് സ്കെയിൽ പോസിറ്റീവ് മാനറിലാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി ഇതൊരു ടാസ്ക് ഓറിയൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് മാനറിലാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. LPC സ്കോർ ഭയങ്കര ലോ ആയിരിക്കും. എന്നാൽ ഇതൊരു റിലേഷൻഷിപ്പ് മോട്ടിവേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ LPC സ്കോർ ഹയർ LPC സ്കോർ ആയിരിക്കും ഇവർക്ക് റിസീവ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നീട് ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് സിറ്റുവേഷണൽ ഫേവറബിൾനെസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സിറ്റുവേഷണൽ ഫേവറബിൾനെസ്സിൽ പറയുന്നത്? അതിൽ പറയുന്നത് ലീഡർ മെമ്പർ റിലേഷൻഷിപ്പ്, ടാസ്ക് സ്ട്രക്ചറിനെ പറ്റിയിട്ട്, ലീഡേഴ്സിൻ്റെ പവറിനെ പറ്റിയിട്ട്, ഇതൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷണൽ ഫാക്ടേഴ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലീഡർ മെമ്പർ റിലേഷൻഷിപ്പ് എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത്? അവർ തമ്മിൽ ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടായിരിക്കണം, റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം, ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ടാസ്ക് സ്ട്രക്ചർ എന്നുള്ളതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ടാസ്ക് കൊടുക്കുന്ന സമയത്ത് ടാസ്കുകൾ കൊടുക്കുന്ന സമയത്ത് എന്താണ് ആ ടാസ്ക് എന്നുള്ള ഒരു ക്ലാരിറ്റി, അതിൻ്റെ ഒരു വെരിഫയബിലിറ്റി, അതുപോലെ തന്നെ സ്പെസിഫിസിറ്റി അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതല്ലാതെ എന്തെങ്കിലും ഒരു ടാസ്ക് മൾട്ടിപ്ലിസിറ്റി ആയിട്ട് അവിടെ കൊടുത്ത് മീൻസ് ഡിഫറെൻറ്റ് ടാസ്കുകൾ അവിടെ ഏൽപ്പിച്ച് പോയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇനി ലീഡർ പൊസിഷൻ പവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഡർ പൊസസ് ചെയ്യുന്ന അവർക്കുള്ള പവേഴ്സിനെ പറ്റിയിട്ട് തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഫേവറബിൾ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അൺഫേവറബിൾ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ടാസ്ക് ഓറിയൻറ്റഡ് ലീഡേഴ്സ് അവർ നല്ല രീതിക്ക് തന്നെ ബെസ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും പെർഫോം ചെയ്യുന്നുണ്ടാവുക. ദെൻ റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ലീഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ മോഡറേറ്റ് സിറ്റുവേഷൻസിലായിരിക്കും നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവുക. മീൻസ് എന്താ, നല്ല ഫേവറബിൾ ആയിട്ടുള്ള ആൻഡ് ഓൾസോ നല്ല അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു മോഡറേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഇവർ നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യും. അതാണ് റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡിൽ പറയുന്നത് കേട്ടോ. ദെൻ നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ദറ്റ് ഈസ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽ നമ്മൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഒരു 5 ടൈപ്പാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്.
ഓട്ടോക്രാറ്റിക് ഉണ്ട്, ഡെമോക്രാറ്റിക് ഉണ്ട്, ലേസസ് ഫെയർ ഉണ്ട്, പാറ്റേണലിസ്റ്റിക് ഉണ്ട്, കരിസ്മാറ്റിക് ഉണ്ട്. ഇങ്ങനെ 5 ടൈപ്പ് ലീഡർഷിപ്പ് സ്റ്റൈലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വണ്ണാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, എന്നിരുന്നാൽ പോലും ഇമ്പോർട്ടൻ്റ് ആയത് കാരണം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നു എന്ന് മാത്രം. ഓട്ടോക്രാറ്റിക് എന്നുള്ളതിനെ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് എന്നും പറയും. ഇവിടെ നമുക്കറിയാം, ഇവിടെ ലീഡറാണ് എല്ലാ ഡിസിഷൻസും എടുക്കുന്നത്. ലീഡർ ഭയങ്കര സ്ട്രിക്റ്റാണ്. അത് കാരണം ലീഡർ തന്നെയാണ് എല്ലാ ഡിസിഷനും എടുക്കുന്നത്. അത് കാരണം തന്നെ ഇവിടെ ക്വിക്ക് ഡിസിഷൻ പോസിബിളാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത് അധികവും ഭയങ്കര ലേസി ആയിട്ടുള്ള എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ത്, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മൾ മീൻസ് ലീഡേഴ്സ് ഫോളോ ചെയ്യുന്ന ഒന്നാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ദെൻ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ എംപ്ലോയീസിനും പ്രാധാന്യം കൊടുത്തിട്ട് അവരെയും ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ അത് കാരണം തന്നെ ഇവിടുത്തെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് ഡിസിഷൻ മേക്കിങ്ങിനേക്കാൾ എന്തായിക്കൊള്ളണമെന്നില്ല, ക്വിക്കായിട്ട് നടന്നോളണം എന്നില്ല. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറഞ്ഞു എംപ്ലോയീസിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ ഈ ഒരു ലീഡർഷിപ്പിനെ നമ്മൾ ഓൾസോ കോൾഡ് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ്. ഓക്കെ, ദെൻ ലേസസ് ഫെയർ നമുക്കറിയാം, ഫ്രീ റെയിൻ എന്നാണ് ഇതിൻ്റെ മറ്റൊരു നാമം. അപ്പോൾ ഫ്രീ റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അവിടെ എന്താണ്, എംപ്ലോയീസിനാണ് ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുള്ളത്. അവരാണ് എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ. ഇത് നമുക്കറിയാം ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേറ്റഡ് ടീംസ് അല്ലെങ്കിൽ എംപ്ലോയീസ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ലേസസ് ഫെയർ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ബട്ട് മറ്റു തരത്തിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ മീൻസ് എന്താ, ഭയങ്കര ഉടായ്പാണ്, ഉഴപ്പി നടക്കുന്ന എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒന്നുകൂടെ ആയിരിക്കും. പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിലൂടെ പറയുന്നത്, പാറ്റേണലിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ലീഡറും നമ്മുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബോർഡിനേറ്റും തമ്മിൽ നല്ലൊരു പിതൃത്വ ബന്ധമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ലൈക്ക് ഫാദർ ആൻഡ് സൺ റിലേഷൻ ഉണ്ടല്ലോ, അതുപോലെ ആയിരിക്കും ഫാദറും മക്കളും തമ്മിലുള്ള ആ ഒരു റിലേഷൻ പോലെ ആയിരിക്കും എന്തിലുണ്ടായിരിക്കുക, ഈ ഒരു പാറ്റേണലിസ്റ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിൽ ലീഡർ ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അദ്ദേഹത്തിന് അവിടെ ഒരു ഫാദറിൻ്റെ ഫിഗർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ലൈക്ക് നമുക്കറിയാം നമ്മുടെയൊക്കെ ഫാമിലിയിൽ ഫാദറിന് ഒരു റോളുണ്ട് അല്ലേ. ആ റോള് ഫാദർ എടുക്കുമ്പോൾ അവിടെ ശകാരങ്ങൾ ഉണ്ടായിരിക്കാം, വാത്സല്യങ്ങൾ ഉണ്ടായിരിക്കാം. സോ അതുപോലെ തന്നെയാണ് ഈ ഒരു പാറ്റേണലിസ്റ്റിക് സ്റ്റൈലിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ എംപ്ലോയീസ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അവർ നല്ല രീതിക്ക് തന്നെ, അതുകൊണ്ട് അവർക്ക് നല്ലൊരു സ്നേഹവാത്സല്യം ലഭിക്കുന്നതിനാലും അവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതിനാലും ഇവിടെ എന്തുണ്ടായിരിക്കും, എംപ്ലോയീസ് എഫക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യും. കരിസ്മാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കരിസ്മാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതെന്താണ്, ഇപ്പോൾ ഈ ഒരു എംപ്ലോയീനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കഴിവിനെയാണ്, അവരുടെ ഒരു പേഴ്സണാലിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഈ ഒരു കരിസ്മാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലിലൂടെ നമ്മൾ പറയണത്. ഓക്കെ, അവർ പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ സാധിക്കുകയും അവർ പറയുന്ന ഒരു മടുപ്പില്ലാതെ നമുക്ക് കേട്ടിരിക്കാൻ തോന്നുകയും ആൻഡ് അവർ പറയുന്ന എന്തും നമ്മൾ അനുസരിക്കാൻ റെഡി ആവുകയും ഒക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആളുകളുണ്ടാവും. അവരെയാണ് നമ്മൾ കരിസ്മാറ്റിക് എന്ന് പറയുന്നത്. അവർക്കൊരു മാജിക്കൽ പവർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കരിസ്മാറ്റിക് ലീഡറാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഫോളോവേഴ്സുമായിട്ട് എന്തുണ്ടായിരിക്കും, ഒരു നല്ലൊരു ഇമോഷണൽ ബോണ്ട് തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സോ ഇത്രയാണ് നമുക്കിതിൽ മെയിനായിട്ട് നോക്കാനുള്ള കാര്യം. ഇനി എമേജിങ് ലീഡർഷിപ്പ് തിയറീസ് എന്ന് പറഞ്ഞിട്ടൊരു ലാസ്റ്റ് പോർഷനൂടെ നിൽക്കുന്നുണ്ട്. ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ ഒന്നുകൂടെ എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഓതേഴ്സ് ഒരുപാട് അപ്രോച്ചസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലുള്ള കുറച്ച് അപ്രോച്ചസാണ് ഇവിടെ താഴെ പറയുന്നത് കേട്ടോ. അതിൽ വരുന്ന ഒന്നാണ് ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ. ഓക്കെ, ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് വ്രൂം, യെറ്റോൺ, ജാക്കോ എന്ന് പറയുന്ന വ്യക്തികളാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ തന്നെയാണ്. ദാറ്റ് മീൻസ് എന്താണെന്നറിയാം, ഈ ഡിസിഷൻ മേക്കിങ്ങിൽ എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ആവശ്യകതയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡലിലൂടെ വ്രൂം, യെറ്റൺ, ചാക്കോ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ അവർ ഈ ഒരു സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ട് ആൻഡ് അവർ പറയാണ് ഇതിൽ എത്രത്തോളം ആവശ്യകതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ.
ഓക്കെ, അപ്പോൾ അതിൽ വരുന്നതാണ് ഒരു 8 ക്വസ്റ്റ്യൻസോളം അവർ പറയുന്നുണ്ട്. ക്വാളിറ്റി റിക്വയർമെൻറ്റ്, ദറ്റ് മീൻസ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ദ ടെക്നിക്കൽ ക്വാളിറ്റി ഓഫ് ദ ഡിസിഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് സബോർഡിനേറ്റ് ഈ ഒരു ഡിസിഷനിൽ കമ്മിറ്റ് ചെയ്യേണ്ടത്. ലീഡേഴ്സ് ഇൻഫർമേഷൻ, അതായത് ഈ ഒരു ഹൈ ക്വാളിറ്റി ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ലീഡേഴ്സിന് ആവശ്യമായിട്ടുള്ള നോളജ് ഇൻഫർമേഷൻ അവരുടെ കയ്യിലുണ്ടോ. പ്രോബ്ലം സ്ട്രക്ചറാണ് നെക്സ്റ്റ്. പ്രോബ്ലം വെൽ സ്ട്രക്ചേർഡ് ആണോ എന്നുള്ളത്. കമ്മിറ്റ്മെൻറ്റ് പ്രൊബബിലിറ്റി, ഓക്കെ. സബോർഡിനേറ്റ് കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്, സബോർഡിനേറ്റ് ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡലിൽ പറയണേ. അവിടെ ഒരു 8 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആൻഡ് ആ ഒരു 8 ക്വസ്റ്റ്യൻസിനനുസരിച്ച് ഇവിടെ ഇന്നത് നടക്കുന്നുണ്ടോ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണോ, ഇമ്പോർട്ടൻ്റ് അല്ലേ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഈ ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡലിൽ വരുന്നത്. ദെൻ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പാണ്. ഇവിടെ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ബിഹേവിയറൽ തിയറി ആൻഡ് ട്രേറ്റ് തിയറി അല്ലെ. ബിഹേവിയറൽ തിയറി എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട്രേറ്റ് തിയറി എന്താണെന്നും പഠിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ആക്ച്വലി ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ട്രേറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷനറി, മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് വേണം. കമ്മിറ്റ്മെൻറ്റ്സ് ബിൽഡ് ചെയ്യാൻ കഴിയണം. ഇന്നൊവേഷൻസ് എൻകറേജ് ചെയ്യാൻ കഴിയണം. ഇൻഡിവിജ്വൽസിനെ കോച്ച് ചെയ്യാൻ കഴിയണം. ഇതൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ കരിസ്മാറ്റിക് ലീഡർഷിപ്പാണ്. കരിസ്മാറ്റിക് ലീഡർഷിപ്പ് നമുക്കറിയാമല്ലേ, കാരണം നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. അവർക്കൊരു ഇമോഷണൽ ഇൻഫ്ലുവൻസ് അവർക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫോളോവേഴ്സിന് ഈ ഒരു ലീഡേഴ്സിൻ്റെ ബിലീഫുമായിട്ട് ഭയങ്കര ട്രസ്റ്റ് ആയിരിക്കും അവർക്ക്. ആൻഡ് ഈ ഒരു കരിസ്മാറ്റിക് ലീഡർ നമ്മൾ പറഞ്ഞു, അവരെ അനുസരിക്കാൻ തന്നെ ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ബിക്കോസ് അവരോട് നല്ലൊരു കണക്ഷൻ ഇവർ വെച്ച് പുലർത്തും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ എന്താണോ കരിസ്മാറ്റിക് ലീഡർ ഇവരോട് പറയുന്നത് അത് ഇവർ ഇമോഷണലി അതുമായിട്ട് ഇവർ ബോണ്ടായിട്ട് എന്ത് ചെയ്യും, എല്ലാം ഇമോഷണലി ഇവർ ബോണ്ടായിട്ട് അവർക്ക് ആ ഒരു എന്താണോ അവരുടെ ഒരു മിഷൻ അതുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഡൈഡ് ലിങ്കേജ് ലീഡർ മെമ്പർ എക്സ്ചേഞ്ച് ആണ് നെക്സ്റ്റ് ഒരു അപ്രോച്ചായിട്ട് പറയുന്നത്. ഇവിടെ ഓരോ സബോർഡിനേറ്റ്സിനെയും ഡിഫറൻ്റ്ലിയാണ് നമ്മുടെ ലീഡർ കാണുന്നത്. ഓക്കെ, ഒരു ഫ്യൂ സബോർഡിനേറ്റ്സിനെ എടുത്തിട്ട് അവരൊരു ഗ്രൂപ്പാക്കും. അതിന് ഇൻ ഗ്രൂപ്പും ഉണ്ട്, ഔട്ട് ഗ്രൂപ്പും ഉണ്ട്. ഇൻ ഗ്രൂപ്പിൽ കുറച്ച് സബോർഡിനേറ്റ് എടുത്തിട്ട് ഇൻ ഗ്രൂപ്പിലിടും. ആൻഡ് ആ സബോർഡിനേറ്റ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഓക്കെ, അവർക്ക് പ്രിവിലേജസ് കൊടുക്കുക, ആൻഡ് അവരൊരു സ്പെഷ്യൽ വേല അവരെ ട്രീറ്റ് ചെയ്യുക, ആൻഡ് അവർക്ക് കൂടുതൽ പേ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യും. ഓക്കെ, എന്നാൽ ഔട്ട് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അത്രത്തോളം പേ ചെയ്യാതെ അവർക്ക് വേണ്ട കൺസിഡറേഷൻ കൊടുക്കാതെ അവരെ മെയിൻറ്റെയിൻ ചെയ്യാത്ത രീതിക്ക് കൊണ്ടുപോവുക. ഇതാണ് ആക്ച്വലി എന്ത് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പിലോട്ടാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് എല്ലാവരെയും ഒരുപോലെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്, ഡിഫറെൻ്റ്ലിയാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. ദറ്റ് ഈസ് വെർട്ടിക്കൽ ഡയറ്റ് ലിങ്കേജ് ലീഡർ മെമ്പർ എക്സ്ചേഞ്ച്. ഓക്കെ, ലീഡർഷിപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് തിയറിയിൽ പറയുന്നത് സം സിറ്റുവേഷൻസോ സം ടൈംസിൽ നമുക്ക് ലീഡർഷിപ്പിൻ്റെ ഒരു ആവശ്യകത അവിടെ വരുന്നില്ല, ലീഡർ ആൻഡ് ഫ്ലോവർ ആ ഒരു ആവശ്യകത അവിടെ വരുന്നില്ല. ബിക്കോസ് അങ്ങനെ വരുന്ന കുറച്ച് സിറ്റുവേഷൻസാണ് ഈ ഒരു സ്കിൽഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് എംപ്ലോയീസ്, ഭയങ്കര നോളജുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉള്ള ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് പ്രത്യേകിച്ചൊരു ലീഡ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ഒരു ലീഡർ ആൻഡ് ഫോളോവർ എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ദെൻ ചില ടാസ്ക് സ്ട്രക്ചർ, ചില ടാസ്ക് ക്യാരക്ടേഴ്സ് ഉണ്ട്, സെർട്ടൻ ടാസ്ക് ക്യാരക്ടേഴ്സ് ലൈക്ക് സ്ട്രക്ചേർഡ് ടാസ്ക് അവർക്ക് കൊടുക്കുന്നത്. അതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്, ഇൻട്രൻസിക് സാറ്റിസ്ഫാക്ഷൻസ്, ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവരെ ഒരു ലീഡറിൻ്റെയും സബോർഡിനേറ്റിൻ്റെയും അല്ലെങ്കിൽ ലീഡറിൻ്റെയും ഫോളോവേഴ്സിൻ്റെയും ആവശ്യകതയില്ല എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഓർഗനൈസേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, സംടൈംസ് അവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് അല്ലെങ്കിൽ റിജിഡ് റിവാർഡ് സ്ട്രക്ചറാണ് അവിടെ ഉള്ളത്. അതുപോലെ കോഹസീവ് വർക്ക് ഗ്രൂപ്പ്സ് ആണ് അവിടെ ഉള്ളത്, ഫിസിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലീഡർ ആൻഡ് സബോർഡിനേറ്റ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയും ലീഡർ ആൻഡ് സബോർഡിനേറ്റ് അല്ലെങ്കിൽ ലീഡർ ആൻഡ് ഫോളോവേഴ്സ് എന്നുള്ള ഒരു റിലേഷൻ
റിലേഷൻഷിപ്പ് അവിടെ എക്സിസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. അത് ആക്ച്വലി ഒരു അൺഎസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നായിട്ട് മാറുന്നുണ്ട് എന്നാണ് ലീഡർഷിപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് തിയറി പ്രകാരം പറയുന്നത്. ഓക്കെ, അവിടെ ഇത്രേ പറയണുള്ളൂ. എന്താണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത്രത്തോളം ആവശ്യകതയായി വരാത്തൊരു സാഹചര്യങ്ങളാണ് പറയണത്. അതിലവർ പറഞ്ഞിട്ടുള്ളത് സെർട്ടൻ ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് നമ്മൾ പറഞ്ഞു നോളജ്, സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ്, സെർട്ടൻ ടാസ്ക് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, ദെൻ സെർട്ടൻ ഓർഗനൈസേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ റിജിഡ് റൂൾസാണ്, റിജിഡ് റിവാർഡാണ് എന്നൊക്കെയാണ് എന്നുണ്ടെങ്കിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ദെൻ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് മോഡലാണ് നെക്സ്റ്റ് പറയുന്നത്. സിറ്റുവേഷണൽ ലീഡർഷിപ്പ് മോഡലിൽ പറയുന്നത് നമ്മുടെ ഫോളോവേഴ്സിൻ്റെ ആ ഒരു എബിലിറ്റിക്കനുസരിച്ച് അവരുടെ ഒരു റെഡിനെസ്സിനനുസരിച്ച് ലീഡർഷിപ്പ് സ്റ്റൈൽസിൽ ഇങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് സിറ്റുവേഷണൽ ലീഡർഷിപ്പ് മോഡൽ എന്ന് പറയാം. ദറ്റ് മീൻസ് അവരുടെ ഒരു എബിലിറ്റി, അവരുടെ ഒരു വില്ലിങ്നെസ്സിനൊക്കെ അനുസരിച്ചുകൊണ്ട് അതാണ് റെഡിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിനൊക്കെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ലീഡർ എന്ത് ചെയ്യാണ്, ആ ഒരു സ്റ്റൈൽസിലും മാറ്റം വരുത്തണം. അപ്പോൾ അങ്ങനെ വരുന്ന സ്റ്റൈൽസിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ചില സമയത്ത് ഡയറക്റ്റിംഗ് ലീഡർഷിപ്പ് സ്റ്റൈലായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക, ചിലപ്പോൾ കോച്ചിങ് ആവാം, ചിലപ്പോൾ സപ്പോർട്ടിങ് ആവാം, ചിലപ്പോൾ ഡെലിഗേറ്റിംഗ് ആവാം. ഇതാണ് ഇവർ യൂസ് ചെയ്യുന്ന സിറ്റുവേഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഡയറക്റ്റിംഗ് യൂസ് ചെയ്യുന്നത്? ഇവിടെ ഫോളോവർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അവർക്ക് ലോ എബിലിറ്റിയാണ്, ലോ വില്ലിങ്നെസ് ആണ്, അവർക്ക് കഴിവില്ല, അവർ ചെയ്യാൻ വേണ്ടിയിട്ടും റെഡിയല്ല, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ. എന്നാൽ ലീഡർ ആണെന്നുണ്ടെങ്കിലോ ഹൈ ടാസ്ക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റിംഗ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോളോവറിന് അത്ര വലിയ കഴിവില്ല, ലോ എബിലിറ്റിയാണ് അവർക്കുള്ളത്, ബട്ട് നല്ല വില്ലിങ്ങാണ്, അവർ ചെയ്യാൻ വേണ്ടി ഭയങ്കര വില്ലിങ്ങാണ്. അപ്പോൾ നമ്മളൊന്ന് കോച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെ ആവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലീഡർ എന്ന് പറയുന്നത് അവർ ടാസ്കും ഫോക്കസ് ചെയ്യുന്നുണ്ട്, റിലേഷൻഷിപ്പും ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കോച്ചിങ് കൊടുക്കുന്ന സമയത്ത്. ദെൻ സപ്പോർട്ടിങ് കൊടുക്കപ്പോഴാണ് ഇവർക്ക് നല്ല എബിലിറ്റി ഉണ്ട്, ആൾക്ക് നല്ല കഴിവുണ്ട്, പക്ഷേ ലോ വില്ലിങ്നെസ്സാണ്. ടീച്ചേഴ്സൊക്കെ പറയൂലേ നല്ല കഴിവുള്ള കുട്ടിയെ പക്ഷെ കരുതാഞ്ഞിട്ടാണെന്ന് പറയൂലേ, ആ ഒരു സാഹചര്യം അവിടെ നമുക്ക് ചെറിയൊരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. ദറ്റ് മീൻസ് ഇവിടെ റിലേഷൻഷിപ്പിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഡെലിഗേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവർക്ക് ഹൈ എബിലിറ്റി ഉണ്ട്, ഹൈ വില്ലിങ്നെസ്സുമാണ്. അത്തരത്തിലുള്ള ഫോളോവേഴ്സ്, അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറുള്ള ആളുകളാണ് ഫോളോവേഴ്സിൻ്റെ റെഡിനെസ് എന്ന് പറയുന്നത് ഹൈ എബിലിറ്റി ആൻഡ് ഹൈ വില്ലിങ്നെസ് ആണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലീഡേഴ്സ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, അവരൊരു മിനിമൽ സൂപ്പർവിഷനൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവിടെയാണ് നമ്മൾ ഡെലിഗേറ്റിംഗ് മീൻസ് എന്താണ്, ആ ഒരു ലീഡേഴ്സ് അവരുടെ പവർ ഡെലിഗേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫോളോവേഴ്സിനോട് കൊടുക്കും. അപ്പോൾ ഫോളോവേഴ്സിനും അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. നല്ല രീതിയിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് നല്ല എബിലിറ്റി ഉണ്ട്, നല്ല വില്ലിങ്നെസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കാരണം ഈ ഒരു ഡെലിഗേറ്റിംഗ് എന്നുള്ള ഒരു സ്റ്റൈല് അവർ ഈ ഒരു സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ആൾ അബൌട്ട് ലീഡർഷിപ്പ് ചാപ്റ്റർ. ഇതോട് കൂടിയിട്ട് നമ്മുടെ ലീഡർഷിപ്പ് എന്നുള്ള ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസ് ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ.